ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് കേട്ടോ. ഇതെന്താമേ? പൊടിയരി ഉപ്പുമാവാണ്. ചെറിയ നുറുങ്ങും പൊടിയരി കൊണ്ടുള്ള ഉപ്പുമാവാണ്. പച്ചരി പൊടിയരിയാ? പച്ചരി പൊടിയരി നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നല്ല പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി പൊടിയരി ഉപ്പുമാവ്. പൊടിയരി ഉണ്ട് ഉപ്പുമാവ്. ചെറിയ നുറുങ്ങരിയാണ്, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. എത്ര ഇടുന്ന? 1.5 ഗ്ലാസ് ഇടുന്നുണ്ട്. അതെയോ, 1.5 ഗ്ലാസ് ഇടുന്നുണ്ട്. അതിൽ കൂടെ കുറച്ച് തോരപ്പരിപ്പ് ഇടുന്നുണ്ട്. എത്ര ഉണ്ട്? ഒരു 2 സ്പൂണ്. ടേബിൾ സ്പൂണാ? 15 മിനിറ്റ് കുതിരാൻ വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലേ? നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ വാരിയിട്ട് വെള്ളം വാരാൻ വെച്ചു. എത്ര വെള്ളം ഒഴിക്കണം അമ്മേ? 1.5 ഗ്ലാസ് എടുത്തതിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുതിർന്നുകൊണ്ട് 2.5 മതിയോ? കുതിർന്നുകൊണ്ട് 2.5 മതി. പിന്നെ 5-6 കറിവേപ്പിൻ്റെ ഇലയാണ് ഇടുന്നത്. പിന്നെ ഇതാ ഒരു 3 പച്ചമുളക് നടുക്ക് കയറിയിട്ട് അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് കേട്ടോ. ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ അരി ഇതിൽ കൊട്ടുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. രണ്ടാമതും തിളയ്ക്കാൻ തുടങ്ങി. തിളച്ചിട്ട് ആദ്യം അടച്ചു വയ്ക്കാം. ഫ്ലെയിം കുറയ്ക്കുക എന്തെങ്കിലും വേണോ? ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം, നല്ലോണം വേണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ടോളൂ. അത് വെള്ളമൊക്കെ ഏകദേശം വറ്റാറായോ? വെള്ളം വറ്റാറായി. പൊടിയരി ആയതുകൊണ്ട് വേഗം വേവും ചെയ്യില്ലേ? അതെ, നല്ല മണം പരിപ്പും ഇതും കൂടി വേവുമ്പോൾ. അങ്ങനെ അടഞ്ഞിരിക്കട്ടെ. ഇനി ഫ്ലെയിം കുറയ്ക്കോ എന്താണ്? കുറച്ച് വെച്ചിരിക്കണം. അത് അങ്ങനെ കുറേ നേരം ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുവിധം വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചാലേ അത് നല്ലോണം ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ. കനമുള്ള ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ അത് നന്നായിട്ട് അടി പിടിക്കും. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിതിനിൽ വറുത്തിടാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായാൽ അതേ 2 സ്പൂൺ കടുകിടുന്നുണ്ട്. കടുക് പൊട്ടി അതിൽ കുറച്ച് ഉഴുന്നപ്പരിപ്പ് വേണം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടു. അതിൽ മുളകിട്ടു. 3 മുളക് പൊട്ടിച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ 2 കറിവേപ്പില.
ഇനി ഇത് നന്നായി വഴറ്റിയിട്ട് നമ്മൾ ഉപ്പുമാവിൽ കൊട്ടുക. അപ്പോഴേക്കും അത് നല്ലോണം പാകം വന്നിട്ടുണ്ടാവും. ചുവപ്പ് നിറം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനരിക്കിടാൻ പോവാ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഉപ്പുമാവിൽ ഇതിനെ കൊട്ടുക. അടുത്തിട്ടാണ് കേട്ടോ അതിരിക്കണത്. അത് ചെറിയ തീയിലാണ് അതിരിക്കണത്. ഇതിനെ ഒന്ന് ഇളക്കി നോക്കാം. ഇത് കുറച്ച് കനമുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ അടിയിൽ കണ്ടോ ഇതാ പിടിച്ചിരിക്കണേ. ഇത് തണുത്ത് കഴിഞ്ഞ് അതിങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഉപ്മാവ് റെഡി ആയില്ലേ? എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മേലെ ഒഴിക്കുക. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നെൻ്റെ റെസിപ്പി ഉപ്പുമാവാണ്. ഇതെൻ്റെ അമ്മ ചെറുപ്പകാലത്ത് ഉണ്ടാക്കി തരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ മുറുക്കും മുളക് വറുത്തുള്ളിയും കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവരും കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ റെസിപ്പിക്ക് അരി മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും കണ്ടു നോക്കൂ. അരി വറുത്ത് പൊടിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ചീഞ്ചട്ടി പുഴുങ്ങലരി. ചീഞ്ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം വറുക്കാനിടുക. ഇങ്ങനെ അരി വറുത്ത് പൊടിച്ച് വെച്ചാൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കാം. ഒന്നിച്ച് വറുത്ത് പൊടിച്ച് വയ്ക്കാം. ഇതിനെ കൂട്ടിയിട്ട് ചൂടാറാൻ വയ്ക്കാം. പൊരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിനെ ചൂടാറാൻ വയ്ക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ട് പൊടിക്കാം. ചൂടാറി ഞാൻ ഇതിനെ പൊടിക്കാൻ പോവാണ് കേട്ടോ. നല്ല ഫൈനായി പൊടിക്കുമോ അതോ തരി ഉണ്ടാവുമോ? കുറേശ്ശെ തരി ഉണ്ടാവണം, അപ്പോഴേ ഉപ്പുമാവ് നന്നായിരിക്കും. പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കടുകിട്ടു. കടുക് പൊട്ടി. ഇതാ കുറച്ച് കടലപ്പരിപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പരിപ്പുണ്ട്. ഇത് നല്ലോണം ചുവപ്പ് കളറായിട്ടുണ്ട്. ഇത് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കരുവേപ്പിൻ്റെ ഇല. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വേണം. അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ഇതാ ഞാനിതിലെടുത്ത് ഒഴിക്കുകയാണ്. പാകത്തിന് ഉപ്പില്ല.
ഇത് നമ്മൾ ഒന്നിച്ച് വീഴാതിരിക്കാൻ വേണ്ടി കടലാസിൽ കൊട്ടുകയാണ്. വെള്ളം തിളച്ചു. ഇത് കൊട്ടുക. കട്ട വരാതെ ഇടുമ്പോൾ കട്ടയാവും. അത് നല്ലോണം ഇളക്കിയാൽ കട്ടയൊക്കെ പോയി വൃത്തിയാവും. ഇത് എൻ്റെ അമ്മ ചെറുപ്പകാലത്ത് ഉണ്ടാക്കി തരുന്ന ഉപ്പുമാവാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഉണ്ടാക്കിയാൽ നല്ലോണം പെരുകും നന്നായിട്ട്. കട്ടയെല്ലാം ഉടഞ്ഞു വൃത്തിയായി. ഇതാ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. 2 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ സൂപ്പർ മണമാണ് അരി വറുത്തതിൻ്റെ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, ടേസ്റ്റ് നോക്കൂ. നിങ്ങളും ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.